ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ സിസ്റ്റേഴ്സ് വ്ളോഗ്. സോ ഇന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്ന് വടയാണ് ഉണ്ടാക്കിയത്. അപ്പം ഉഴുന്ന് വടക്ക് പുതിർത്തി വെച്ച ഉഴുന്നും ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കൂടി നടക്കുന്നുണ്ട്. സോ ഉഴുന്ന് വട നല്ല ക്രിസ്പി ഉഴുന്ന് വടയാണ്. നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ലോണം പൊരിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കൂടി വേഗം തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ച് ഉള്ളി നല്ലോണം വഴറ്റുന്നു. ഇവിടെ 6 ഉള്ളി എടുത്തിട്ടുണ്ട്. 6 ഉള്ളി നന്നായിട്ട് വഴറ്റി ലൈറ്റ് റോസ് കളറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും പെരുംജീരകവും ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതായി വരുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, നല്ലോണം വഴറ്റുക. എന്നിട്ട് പിന്നെ കഴുകി വെച്ച ബീഫ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. 5 വിസിൽ കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഓണാക്കാം. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 4 വിസിൽ അങ്ങനെ നിങ്ങൾ ബീഫ് കുക്ക് ചെയ്യുമ്പം ചെയ്ത് നോക്കിയാൽ കറക്റ്റ് വേവായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ബീഫൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ചട്നിയും സാമ്പാറും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ വടയും ചായയും. അങ്ങനെ ആ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബീഫ് വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് നീറ്റാക്കി വെച്ചു. ഇതാ നമ്മുടെ നല്ല അടിപൊളി ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലഞ്ചിന് ഇറച്ചിച്ചോറാണ്. കൂടുതൽ കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് ഭക്ഷണം ഒരു ബിരിയാണിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഇറച്ചിച്ചോറിലേക്കാണ് ഒന്ന് സ്വിച്ച് ചെയ്യൽ. കാരണം ഇറച്ചിച്ചോറ് ഈസിയാണ്. ആക്കി വെച്ച മസാല ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത അരി കൂടി ഒരേ ലെവലിലാക്കിയിട്ട് ദമ്മിന് വെച്ചാൽ നല്ല ഇതുപോലത്തെ നല്ല അടിപൊളി ഇറച്ചിച്ചോറ് കിട്ടും. അതിൻ്റെ കൂടെ നല്ല ചിക്കൻ ഫ്രൈയും. ഇറച്ചിച്ചോറിന് റെസിപ്പി വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായി. ഒരു 2 മണി സമയം ഉണ്ടായേ. സോ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായി. ഫോർ മോർ വീഡിയോസ് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.